ഹായ്, എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ മാങ്ങ ഉപ്പിലിട്ടതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിലൊരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി എങ്ങനെയാണ് മാങ്ങ ഉപ്പിലിട്ടതെന്ന്. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഈ മാങ്ങ ഉപ്പിലിട്ടിട്ട് ഒരു 3-4 ആഴ്ചയായി. അപ്പോൾ ഉപ്പും മുളകും എല്ലാം ഇതിൽ പിടിച്ചിട്ടുമുണ്ട്. അപ്പം ഇതിൽ നിന്ന് 1-2 എടുത്തിട്ട് വീട്ടിൽ ചമ്മന്തി അരയ്ക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഉപ്പിലിട്ട മാങ്ങ ഉപയോഗിച്ചിട്ട് വീട്ടിൽ ചമ്മന്തി അരയ്ക്കുന്ന എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ തന്നെ കുട്ടികൾ ചോദിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് എടുത്തിട്ട് ഇത് മുറിച്ച് കൊടുക്കും. അവർക്ക് ഇഷ്ടമാണ് ഉപ്പിലിട്ട മാങ്ങ കഴിക്കാനായിട്ട്. അപ്പോൾ എങ്ങനെയാണ് ഞാൻ മാങ്ങ ഉപ്പിലിടുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനൊരു ഗ്ലാസിൻ്റെ ജാറ് നല്ല വൃത്തിക്ക് കഴുകി ഉണക്കി എടുത്തിട്ടുണ്ട്. വെള്ളത്തിൻ്റെ അംശമൊന്നും ഇതിലുണ്ടാകാൻ പാടില്ല. അതേപോലെ തന്നെ നമ്മൾ ഉപ്പിലിടാൻ ഉദ്ദേശിക്കുന്ന മാങ്ങ അതേതായാലും ഇത് മൂവാണ്ടനാണ്. നിങ്ങളുടെ കൈവശം ഏത് മാങ്ങയാണെങ്കിലും കുഴപ്പമില്ല. അത് നമ്മൾ കഴുകി ഇതേപോലെ ഒരു ഡ്രൈനറിലോ അല്ലെങ്കിൽ ഒന്ന് തോരാൻ വെക്കുക. അപ്പോൾ വെള്ളത്തിൻ്റെ അംശമെല്ലാം പോയി കഴിയുമ്പം അതിൻ്റെ ചൊന ആ തണ്ടിൻ്റെ ആ ഒരു ഭാഗം അതിൻ്റെ ചൊന ഒന്ന് കളയുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് അതൊന്ന് ഒരു പഴയ വല്ല തുണി വെച്ചിട്ടൊന്ന് തുടച്ചെടുക്കുക. അപ്പം വെള്ളമൊന്നും ഇല്ലാത്ത ആ മാങ്ങ അതിൻ്റെ ആ ചൊനയുടെ ഭാഗമൊക്കെ കളഞ്ഞിട്ട് നമ്മുടെ ജാറിലാക്കി കൊടുക്കുക. പിന്നെ തിളപ്പിച്ച് ആറിച്ചെടുത്തിട്ടുള്ള വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. നന്നായിട്ട് ആറിയതിന് ശേഷമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി അതിലോട്ട് നമ്മുടെ ഇതിന് വേണ്ട ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇതിന് എത്രത്തോളം അളവിലുള്ള ഉപ്പ് വേണോ അത്രയും ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ വീട്ടിലെ പച്ചമുളകോ കാന്താരിയോ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്കതിലോട്ട് ഒരല്പം വിനാഗിരി കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം ആണ് നമ്മുടെ ഇതിന് ഒരു ചെറിയ പുളിയും അതേപോലെ പെട്ടെന്ന് കേടാവാതൊക്കെ ഇരിക്കാനും ഒക്കെ നല്ലതാണ്. അപ്പം ഇത്രയും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മിക്സ് ചെയ്തും കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഉപ്പിലിട്ട മാങ്ങ ഇങ്ങനെ ആയിട്ടുണ്ട്. ഇതിങ്ങനെ തന്നെ തുറക്കുകയോ ഇടയ്ക്ക് കൈയിട്ട് മാങ്ങ എടുക്കുകയോ അങ്ങനെയൊന്നും ചെയ്യാതെ കുറേ ദിവസം ഇങ്ങനെ മാറ്റി വെക്കുകയാണെങ്കിൽ നമ്മുടെ ഉപ്പിലിട്ട മാങ്ങ റെഡിയാവും. ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് അച്ചാറിടാനോ അല്ലെങ്കിൽ ചമ്മന്തി അരയ്ക്കാനൊക്കെ നല്ലതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യണേ. ബൈ.